ഹായ് ഫ്രണ്ട്സ്, അജിന്ത്യ പ്രസാദ് ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിതാ ഞങ്ങൾ തിരുമന്താംകുന്ന് ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ എത്തിയിരിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ അങ്ങാടിപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന അതിപ്രാചീനമായ ഭദ്രകാളി ക്ഷേത്രമാണ് കേട്ടോ തിരുമന്താംകുന്ന് ഭഗവതി ക്ഷേത്രം. വള്ളുവനാട് രാജാക്കന്മാരുടെ പരദേവതയായ ഇവിടുത്തെ ഭഗവതി മാംഗല്യസിദ്ധിക്കും ദുരിതമോചനത്തിനുമായിട്ട് പ്രസിദ്ധമാണ് കേട്ടോ. പരശുരാമൻ സ്ഥാപിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നായ ഇവിടെ ശിവപാർവതി സങ്കല്പത്തിലുള്ള ദാരു വിഗ്രഹമാണ് കേട്ടോ. ഭഗവതിയുടെ ദർശനം വടക്കോട്ടാണ് കേട്ടോ. ഇവിടെ പൂരാഘോഷം വരികയാണ്. ദ്രവ്യകലശമാണ് കേട്ടോ ആദ്യമായിട്ട് തുടങ്ങുന്നത്. 16/3/2026 തിങ്കളാഴ്ച മുതൽ 23/3/2026 വരെ തിങ്കളാഴ്ചയോടുകൂടി തന്നെ ദ്രവ്യകലശം സമാപിക്കും കേട്ടോ. പിന്നെ പൂരാഘോഷം വരുന്നത് 25/3/2026 ബുധനാഴ്ച മുതൽ 4/4/2026 ശനിയോട് കൂടിയിട്ട് പൂരാഘോഷവും തീരും. ഇവിടെ ഭഗവതിക്കും ഭഗവാനും ഒരേ സമയത്ത് ഉത്സവ ചടങ്ങുകൾ നടക്കുന്നു എന്നുള്ളത് വളരെ പ്രത്യേകതയുള്ളതാണ് കേട്ടോ. ഭഗവതിക്ക് പടഹാദി, ധ്വജാദി, അങ്കുരാദി എന്നിങ്ങനെ 3 വിധത്തിലെ 11 ദിവസത്തെ ചടങ്ങുകളോടുകൂടിയും ഭഗവാന് ധ്വജാദി മുറയിൽ 6 ദിവസത്തെ ചടങ്ങുകളോടും കൂടിയുമാണ് കേട്ടോ ഉത്സവം ഇവിടെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ പടഹാദി മുറയിൽ 2 ദിവസം കഴിഞ്ഞ് 3-ാം ദിവസം ഭഗവതിക്ക് വടക്കേ നടയിലെ സ്വർണ്ണക്കൊടിമരത്തിലും ഭഗവാന് കിഴക്കേ നടയിലെ സ്വർണ്ണക്കൊടിമരത്തിലും ഒരേ സമയം നടക്കുന്ന കൊടിയേറ്റത്തോടു കൂടിയിട്ടാണ് ധ്വജാതിമുറയിലുള്ള ഉത്സവ ചടങ്ങുകൾ സമാരംഭിക്കുന്നത്. ദേവിക്ക് 11 ദിവസങ്ങളിൽ 21 ആറാട്ടും ഭഗവാൻ 8-ാം ദിവസം പൂര ദിവസം ഒരു ആറാട്ടുമാണ് കേട്ടോ ഉള്ളത്. അന്നേ ഒരേ സമയം 2 ദൈവചൈതന്യങ്ങൾക്കും ആറാട്ടു നടക്കുന്നു എന്നുള്ളതും അത്യഭാരവും പിന്നെ അതുപോലെ അതിവിശിഷ്ടവുമായിട്ടുള്ള ഒരു പാർവതി ദേവിയിൽ നിന്ന് അവതരിച്ച മഹാകാളിയുടെ ഭാവമാണ് കേട്ടോ തിരുമന്താംകുന്നിലെ ഭഗവതിക്ക്. ശിവൻ തന്നെയാണ് ഇവിടുത്തെ പ്രധാന മൂർത്തിയായി ആദ്യം കുടികൊണ്ടിരിക്കുന്നത് കേട്ടോ. പരശുരാമൻ സ്ഥാപിച്ച 208 ദേവാലയങ്ങൾ എന്ന് പറഞ്ഞല്ലോ, അതുപോലെ ശിവാലയങ്ങളിൽ ഒന്നാണ് ഇവിടുത്തെ ശിവക്ഷേത്രം ഒന്നുകൂടെ പറയാനാണ് കേട്ടോ. രാജാവായിരുന്ന, അതായത് സൂര്യവംശത്തിലെ രാജാവായിരുന്ന മാന്ധാതാവ് രാജു ഉപേക്ഷിച്ച് സന്യാസം സ്വീകരിച്ച മഹർഷിയായി ഭാരതം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ അങ്ങാടിപ്പുറത്തെത്തിയ അദ്ദേഹം അവിടുത്തെ വന്യ സൗന്ദര്യം ശാന്തതയൊക്കെ കണ്ട് നീണ്ട കാലം ഇവിടെ ശിവനെ തപസ് ചെയ്തു എന്ന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ശ്രീ പരമേശ്വരനോട് ലോകത്തിലെ ഏറ്റവും മനോഹരമായ ശിവലിംഗമാണ് അദ്ദേഹം വരമായിട്ട് ചോദിച്ചത്. ലോകത്തിലെ ഏറ്റവും മനോഹരമായ ശിവലിംഗം ശ്രീ പാർവതിയുടെ കയ്യിലാണെന്ന് അറിയാവുന്ന ശിവൻ ധർമ്മസങ്കടത്തിലായത്രേ. ഒടുവിൽ പാർവതി അറിയാതെ ഈ ജ്യോതിർലിംഗം ശിവൻ മാന്ധാതാവിനെ സമ്മാനിച്ചു. ശിവനെ ഭർത്താവ് ലഭിക്കാൻ പാർവതി ആരാധിച്ചിരുന്ന ശിവലിംഗമായിരുന്നു കേട്ടോ അത്. തൻ്റെ കൈവശമുണ്ടായിരുന്ന ജ്യോതിർലിംഗം നഷ്ടപ്പെട്ടതേ അറിഞ്ഞ ശ്രീ പാർവതിയുടെ കോപത്തിൽ നിന്നും ശ്രീ ഭദ്രകാളി പ്രത്യക്ഷപ്പെട്ടു അത്രേ. നഷ്ടപ്പെട്ട ശിവലിംഗം തിരിച്ചു കൊണ്ടുവരാൻ പാർവതി ദേവിയുടെ ആജ്ഞപ്രകാരം ശ്രീ ഭദ്രകാളിയും ശിവഗണങ്ങളും പുറപ്പെട്ടു. ഭദ്രകാളി മഹർഷിയെ സ്നേഹപൂർവ്വം അനുനയിപ്പിച്ച് ജ്യോതിർലിംഗം വീണ്ടെടുക്കാനായിട്ട് ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല. അതോടെ ശിവഗണങ്ങൾ മഹർഷിയുടെ ആശ്രമം ആക്രമിച്ച് ശിവലിംഗം എടുത്തുകൊണ്ടുപോകാനായിട്ടും ശ്രമിച്ചു. മഹർഷിയുടെ ശിഷ്യന്മാരും വെറുതെ ഇരുന്നില്ല. അവർ തിരിച്ചും കാട്ടുപഴങ്ങൾ പെറുക്കിയെറിഞ്ഞു. ഓരോ കാട്ടുപഴങ്ങളും ഓരോ ശിവലിംഗങ്ങളായിട്ടാണ് അത്രേ ശിവഗണങ്ങളുടെ മുകളിൽ വീണത്. ശിവഗണങ്ങൾക്ക് തിരിഞ്ഞോടേണ്ടി വന്നു. അപ്പോൾ ഉഗ്രരൂപം പൂണ്ട ഭദ്രകാളി നേരിട്ട് വന്ന് ബലമായി ശിവലിംഗം എടുത്തുകൊണ്ടുപോകാനായിട്ട് നോക്കി. മഹർഷി ശിവലിംഗം ഇട്ടുകൊടുക്കാതെ ഇറുക്കി പിടിച്ചുത്രേ. ഈ വടംവലിയിൽ ജ്യോതിർലിംഗം 2ആയി പിളർന്നു. മഹർഷിയുടെ ഭക്തി സംപ്രീതരായി മഹാവിഷ്ണുവും ബ്രഹ്മാവും ശ്രീ പാർവതിമാരും ശിവപാർവതിമാരൊക്കെ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. അന്നു മുതൽ പാർവതി പരമേശ്വരന്മാരുടെയും മംഗളകാരിയായ ഗണപതിയുടെയും വിശേഷപ്പെട്ട സാന്നിധ്യം ഈ സ്ഥലത്തുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. ശ്രീ ഭദ്രകാളി ആ സന്നിധിയിൽ സർവൈശ്വര്യങ്ങളും ചൊരിഞ്ഞുകൊണ്ട് കുടികൊള്ളുമെന്നും അനുഗ്രഹിച്ചു. ഇന്നും ക്ഷേത്രത്തില് കാട്ടുപഴങ്ങൾ അല്ലെ ആട്ടങ്ങ കൊണ്ട് എറിയുന്ന ഒരു ആചാരം ഇന്നും നിലവിലുണ്ട്. മഹർഷിയുടെ ശിഷ്യർ ശിവഗണങ്ങളെ തോൽപ്പിച്ചതിന്റെ ഓർമ്മയ്ക്കായാണത്രേ ഇത്. ശ്രീമൂലസ്ഥാനത്ത് ശിവലിംഗം ഇന്നും പിളർന്ന രീതിയിൽ കാണപ്പെടുന്നു. തിരുമന്താംകുന്നിലാകട്ടെ ഗൗരി, മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി സ്വരൂപിണിയ ശ്രീലകത്തും ദർശന സമയമുണ്ടല്ലോ. രാവിലെ 4:30 മുതൽ കേട്ടോ. കാലത്ത് 4:30 മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയാണ്. വൈകുന്നേരം 4 മണി മുതൽ 8 മണി വരെയും ഇവിടെ ദർശന സമയമാണ്.
ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട പൂജയാണ് കേട്ടോ മംഗല്യ പൂജ. വിവാഹം വൈകുന്നവരാണ് ഈ പൂജ നടത്താറുള്ളത്. ശ്രീമൂലസ്ഥാനത്ത് ശ്രീ പാർവതി പരമേശ്വരന്മാരോടൊപ്പം ഗണപതിയുടെ സാന്നിധ്യമുണ്ടല്ലോ. ആ ഉണ്ണി ഗണപതി ക്ഷിപ്രപ്രസാദിയും മംഗളദായകനുമാണെന്നാണ് വിശ്വാസം. ഇഷ്ടവിവാഹത്തിനും ഉത്തമ ദാമ്പത്യത്തിനും വേണ്ടി ഗണപതിക്ക് നടത്തുന്ന വഴിപാടാണ് മംഗല്യ പൂജ കേട്ടോ. ചൊവ്വ, വെള്ളി, ഞായർ ദിവസങ്ങളിലാണ് മംഗല്യ പൂജ നടത്താറുള്ളത്. മംഗല്യ പൂജ നടത്താൻ ഉദ്ദേശിക്കുന്ന രാവിലെ 9 മണിക്ക് മുൻപേ ഇവിടെ എത്തേണ്ടതുണ്ട്. തുലാമാസിലെ 38 വെള്ളിയാഴ്ചയാണ് കേട്ടോ മഹാമംഗല്യ പൂജ ഇവിടെ വളരെ പ്രസിദ്ധമാണ്. സാധാരണ ഗണപതിയുടെ വലതുവശത്തുള്ള ചെറിയ ഒരു കിളിവാതിലൂടെയാണ് തൊഴുക. എന്നാൽ മംഗല്യപൂജയുടെ സമയത്ത് മാത്രം ഗണപതിയുടെ നേരെയുള്ള വാതിൽ തുറന്ന് ഭക്തർക്ക് ദർശനം നൽകുമെന്നാണ് വിശ്വാസം. അങ്ങാടിപ്പുറം ചെറുകുന്നത്ത് മനയിലെ നമ്പൂതിരിമാർക്കാണ് ശ്രീമൂലസ്ഥാനത്ത് പാരമ്പര്യമായിട്ട് മേൽസ്ഥാനം വെള്ളുവക്കോനോതിരി ആയിട്ടുള്ളത് കേട്ടോ. മാതൃശാലയിലെ പന്തലകോടത്തും മനക്കാരും മേൽശാന്തിയായിട്ട് സ്ഥാനങ്ങൾ ഇവിടെ അലങ്കരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ പ്രധാന പ്രതിഷ്ഠ നമ്മുടെ ഭദ്രകാളി ആണെങ്കിലും മഹാലക്ഷ്മി, മഹാസരസ്വതി, ആദിപരാശക്തി മറ്റു 2 പ്രധാന ഭാവങ്ങളിലൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഭഗവതിയുടെ ശ്രീകോവിൽ തന്നെ സപ്തമാതാക്കള് പ്രതിഷ്ഠയുണ്ട് കേട്ടോ. അവിടെ ബ്രാഹ്മി, വൈഷ്ണവി, മഹേശ്വരി, ഇന്ദ്രാണി, വാരാഹി, ചാമുണ്ടി എന്ന് 7 പേരാണ് കേട്ടോ സപ്തമാതാക്കള്. വിഘ്നേശ്വരനായ ഗണപതിയുടെ ഇവിടെ പ്രത്യേകത പ്രാധാന്യവും ഉപദേവതനുമാണ് കേട്ടോ. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലാണ് കേട്ടോ ഈ മഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചൊവ്വ, വെള്ളി, പൗർണമി, അമാവാസി, നവരാത്രി, തൃക്കാർത്തിക, ശിവരാത്രി, തിരുവാതിര ദിവസങ്ങളും മലയാളം, ഇംഗ്ലീഷ് മാസങ്ങളിൽ 1-ാം തീയതി തുടങ്ങിയ ദർശനത്തിന് ഏറ്റവും പ്രാധാന്യമാണ്. ഇവിടുത്തെ ഭഗവതിയെ സ്തുതിച്ചുകൊണ്ട് ഭക്തകവി പൂന്താനം രചിച്ച കൃതിയാണ് ഘനസംഘം എന്നും അറിയപ്പെടുന്നത് കേട്ടോ. ഇവിടെ കിഴക്കോട്ട് ദർശനമായിട്ട് ശിവഭഗവാനും പിന്നെ വടക്കോട്ട് ദർശനമായിട്ടും ഭദ്രകാളി ദേവിയുമായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഇവിടെ നാഗദൈവങ്ങള്, പിന്നെ ക്ഷേത്രപാലകൻ, അങ്ങനെ ഒത്തിരി ഉപദേവതമാര് പുറത്ത് ചുറ്റമ്പലത്തിനും ചുറ്റും ഉണ്ട്. നാഗക്കോവിലൊക്കെ കാണാൻ, നാഗദൈവങ്ങള് പ്രതിഷ്ഠകൾ കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. ഒരു വനത്തിനുള്ളിൽ ഇരിക്കുന്ന ആ ഒരു നാഗദൈവങ്ങളെ നമുക്ക് കാണാനൊക്കെ നല്ലതാണ്. പിന്നെ അന്തരീക്ഷവും ക്ഷേത്രാന്തരീക്ഷവും വളരെ നല്ലതാണെന്ന് വെച്ചാൽ എത്ര തിരക്കുണ്ടെങ്കിലും വളരെ കുളിർമ തോന്നുന്ന, അതായത് ഇവിടെ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒരു വനഭാഗം പോലെയാണല്ലോ. അപ്പം അതിൻ്റെതായ ഒരു ഭംഗിയും ഐശ്വര്യവും സമാധാനവും ഒക്കെയാണ് കേട്ടോ ഈ ക്ഷേത്രത്തിനകത്ത് നിൽക്കുമ്പോൾ. നല്ല തിരക്കുള്ള ഒരു ദിവസം തന്നെയായിരുന്നു ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ യാഗശാല, കലശം നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ കലശം നടക്കാനുള്ള സ്ഥലമൊക്കെ എല്ലാം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു, എല്ലാ കാര്യങ്ങളും. പിന്നെ ഞങ്ങൾ ചെന്ന ദിവസം തന്നെ ഒരു കല്യാണമൊക്കെ കാണാൻ പറ്റി, ചോറൂണൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ അവിടെ എത്തണത്. കുറേ നാളായി ഞങ്ങൾ ഇവിടെ വന്നിട്ട്. അപ്പോൾ ഒന്ന് പോകാം എന്ന് വിചാരിച്ചിട്ട് ട്രെയിനിലാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ഞങ്ങളിപ്പോൾ കൂടുതലും കാറിലെ യാത്രകൾ, എനിക്ക് തോന്നുന്നു ട്രെയിൻ യാത്രയായിരിക്കും കുറച്ചും കൂടെ നല്ലത്. റിലാക്സ് ചെയ്ത് പോവാൻ ഓടിക്കുന്ന ആൾക്കും ഒക്കെ സുഖമാണ്. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇതാണ് നമ്മുടെ തിരുമന്താംകുന്ന് ദേവി ഭഗവതി ക്ഷേത്രം കേട്ടോ. വളരെ എന്താ പറയുക, പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇഷ്ടവരദായിനിയാണ്. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നടക്കാത്ത ഒറ്റ കാര്യങ്ങളും ഇല്ല. അത്രയും ശക്തിയുള്ള ഭഗവതിയാണ് കേട്ടോ നമ്മുടെ തിരുമന്താംകുന്ന് ഭഗവതി. അത് കാണാനും അവിടുത്തെ കുറേ നേരം ഇരുന്ന് ജപവും ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാനും ഏട്ടനും തിരിച്ച് എത്തിയത്. അതും ട്രെയിനിൽ തന്നെയാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. വളരെ സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടിയിട്ട് ആയിരുന്നു. ഒരുപാട് അനുഭവങ്ങൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്കുണ്ടായി. അതൊക്കെ ഞാൻ വേറൊരു ദിവസം നിങ്ങളോട് ഷെയർ ചെയ്യാവുന്നതാണ്. അജിന്ത്യ പ്രസാദ് ഫാമിലി വ്ളോഗ് സൈനിങ് ഓഫ്. ടാറ്റ, ബൈ ബൈ.